തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും വിജയ് കൂടി വന്നാൽ കളറാകും സത്യപ്രതിജ്ഞ എന്ന കാര്യം സംശയമില്ല. ഒപ്പം വിജയ്ക്കൊപ്പം മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടാകും. തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അടക്കം, കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അടക്കം ഈ ചടങ്ങിൻ്റെ ഭാഗമാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്, വലിയൊരു ആശ്വാസമാണ് കേരളത്തിൽ ഭരണം പിടിച്ചു എന്നുള്ളത്. ഒപ്പം AICCയിലെ പ്രധാന നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ്, വിജയ് എത്തുകയാണ്. വിജയ് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയൊക്കെ വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ്, KC വേണുഗോപാലിനൊക്കെ വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിൻ്റെ തുടർച്ചയായി തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വിജയ് എത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിനോട് കുറച്ചുകൂടി ചേരുകയാണെന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിന് വളരെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് വിജയ് അധികാരത്തിൽ കയറിയതെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇവിടെ കേരളത്തിലടക്കം വിജയ്ക്ക് വലിയ തോതിലുള്ള ആരാധകരുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വരുന്നതിനേക്കാൾ ഒരു സിനിമാ നടനായിട്ടുള്ള വിജയെ കാണാൻ നിരവധി ആരാധകരും ഇത് കാരണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് കാരണം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കുറച്ചുകൂടി സുരക്ഷ ശക്തമാക്കേണ്ടി വരും. നാളെ രാവിലെ 9 മണിയോടെ വിജയ് തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷം 11 മണിയോടെ തിരിച്ചു പോകും എന്നുമാണ് നിലവിൽ വിവരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ TVKയുടെ പ്രവർത്തനങ്ങൾ കൂടി കുറച്ചുകൂടി ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ വിജയ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് TVKയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കിറ്റ് വിതരണം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നു. വയനാട്ടിലുള്ള വിജയ് ഫാൻസും TVKയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതമാക്കുകയാണ്. അവിടെ വിജയ് ഫാൻസ് ഒരു ആപ്പ് രൂപീകരിച്ച് അംഗങ്ങളെ ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായിട്ടാണ് വിവരം. അപ്പോൾ താരം കേരളത്തിലേക്ക് വരുന്നത് TVKയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കുറച്ചുകൂടി ശക്തമാക്കാൻ കൂടി ഇത് കാരണം ഉപയോഗപ്പെടും എന്നാണ് സൂചനയുള്ളത്. വിജയ്ക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ, അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പിന്നെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഖു, പിന്നെ അതിനു പുറമെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ നിരവധി കോൺഗ്രസിലുള്ള പ്രമുഖർ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ 5 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. ഈ കോൺഗ്രസ് MLA-മാരോട് മന്ത്രിസഭയിൽ ചേരണമെന്നടക്കം വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഇനി മുന്നോട്ടുള്ള പോക്കിൽ, അതായത് ഒരു ഇന്ത്യ സഖ്യത്തിലേക്ക് ഉൾപ്പെടെ TVKയുടെ ഒരു വരവിന് ശക്തി പകരും എന്നാണ് രാഷ്ട്രീയ ലോകം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വിജയുടെ വരവ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തെ കളർഫുൾ ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപ് ചില സിനിമകളുടെ പ്രമോഷന് വിജയ് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് നടൻ വിജയ് എത്തുന്നു എന്നുള്ളത് ചെറിയ ആഹ്ലാദമായിരിക്കില്ല വിജയ് ആരാധകർക്ക് ഉണ്ടാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.